ഹല്ലേലൂയ. ഞാനിപ്പോൾ നിൽക്കുന്നത് ജമ്മുവിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിലാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ ഫോണൊന്നും കിട്ടില്ലാത്ത കാരണം റേഞ്ച് ഇല്ല. അത് കാരണം ദേവാലയം തപ്പിപ്പിടിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടി. എങ്കിലും ദൈവം സഹായിച്ച് ദേവാലയത്തിൽ എത്തിപ്പെടാൻ പറ്റി. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ ദേവാലയത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റി. ഈശോയെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് അന്ധവിശ്വാസങ്ങളിലോ അനാചാരങ്ങളിലോ തല കൊടുക്കാതെ, അതിലൊന്നും വിശ്വസിക്കാതെ ഈശോയിൽ മാത്രം രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല. ദൈവത്തെ ആരാധിക്കുവാനും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനുമാണ് നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചപ്പോൾ ദൈവം മോശ വഴിയായിട്ട് ഫറവോനോട് പറഞ്ഞ കാര്യമുണ്ട്, എൻ്റെ ജനത്തെ എന്നെ ആരാധിക്കുവാൻ പറഞ്ഞു വിടണമെന്ന്. ആരാധിക്കാൻ പറഞ്ഞു വിടുന്നു. ആരാധിക്കുന്ന ഒരു ജനസമൂഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആരാധിക്കുന്ന ഒരു മനുഷ്യനെ തകർക്കാൻ ഈ ലോകത്തിലൊരു ശക്തിക്ക് സാധിക്കില്ല. ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് വരിക സാത്താൻ അധികാരമില്ല, സാത്താൻ അടുക്കുകയില്ല. ഞാനൊരിക്കൽ ദേവാലയത്തിലൊക്കെ പോകുമായിരുന്നു. സ്ഥിരം ദേവാലയത്തിൽ പോകുമ്പോൾ എനിക്ക് പരിചയമുള്ളൊരു സഹോദരിയോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു. ആ സഹോദരിയുടെ കൂടെ കൂട്ടിന് കുറച്ച് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ദേവാലയത്തിന് വരുമ്പോൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് മൊബൈലൊക്കെ കളിച്ച് അശ്രദ്ധമായിട്ട് വിശുദ്ധ കുർബാന ഇരിക്കുന്നുണ്ട്. ഇത് പല ദിവസങ്ങളിൽ ആവർത്തിച്ചു. പല വിഭാഗത്തിലുള്ള ആളുകൾ ഈ സഹോദരിയുടെ കൂടെ വരുന്നു. ഇപ്പോൾ ഈ സഹോദരിയോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് ഈ മൊബൈലിൽ കളിക്കുകയും അശ്രദ്ധമായിരിക്കുകയും അനാവശ്യമായിട്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത അവസാനിപ്പിക്കണം. അത് അവരോടൊന്ന് പറയണം. അവർക്ക് വേണമെങ്കിൽ ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, അവിടെ പോയി ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഗസ്റ്റ് ഹൗസിൽ പോയി ഇരുന്നിട്ട് അവർക്ക് മൊബൈൽ കളിക്കോ എന്തെങ്കിലും ചെയ്യാലോ എന്ന് ഞാൻ ഈ സഹോദരിയോട് പറയാൻ പറഞ്ഞു. ഞാനിത് പറയുന്നത് എൻ്റെ മഹത്വം പറയാൻ വേണ്ടിയിട്ടല്ല, ഈശോയെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച്, ആ വ്യക്തിയെ ദൈവം ഏതു വിധത്തിൽ സഹായിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അടുത്ത് ഈ സഹോദരിയുടെ കൂടെ വന്ന മറ്റൊരു സുഹൃത്ത് ദേഷ്യപ്പെടുകയും എന്നോട് അസഭ്യമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ സഹോദരിയോട് പറഞ്ഞു, സഹോദരി ഞാൻ താങ്കളോടല്ല പറഞ്ഞു, എനിക്ക് പരിചയമുള്ള ഈ സഹോദരിയോടെ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. പക്ഷെ ഇവരതൊന്നും കൂട്ടാക്കിയില്ല. ഇവർ പറഞ്ഞു ഞാൻ നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുമെന്ന് പറഞ്ഞ് എന്നെ ഒത്തിരി ഭീഷണിയൊക്കെ പെടുത്തി. ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങളങ്ങനെ ചെയ്തോളാൻ പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വിളിച്ചു, സ്റ്റേഷനിലേക്ക് ഉടനെ വരണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഈ സ്റ്റേഷനിലേക്ക് കടന്നു ചെന്നപ്പോഴാണ് എനിക്ക് ഈ കേസിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. പിന്നെ അവർ പിടിച്ച് അകത്തിടാനുള്ള ശ്രമം തുടങ്ങി, കേസെടുക്കാൻ. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്നെ പിടിച്ചിടാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ ഞാൻ ചോദിച്ചു. പക്ഷേ അതൊന്നും കൂട്ടാക്കിയില്ല. ഞാനിവരെ ഭീഷണിപ്പെടുത്തി, ഇവരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ് എൻ്റെ പേരിൽ കേസെടുത്തത്. അപ്പോഴാണ് ഈ കേസിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായത്. അവിടെ എനിക്ക് പരിചയമുള്ള, ഞാൻ ഒരു ഭവനത്തിൽ ജോലിക്ക് വീട്ടിൽ ഒരു പോലീസുകാരനുണ്ടായിരുന്നു, SI ആണ്. ഈ SIയെ ഞാനൊന്ന് നോക്കി. പക്ഷേ ഈ SI എന്നെ സഹായിക്കാൻ കൂട്ടാക്കിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലെ എനിക്ക് പരിചയമുള്ള ഒരു ചെയർപേഴ്സൺ വന്നു. CPIയുടെ ഒക്കെ ആളാണ്. ചെയർപേഴ്സൺ കടന്നു വന്നു. ഇദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ ഈ പാർട്ടിയിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് ഇദ്ദേഹത്തെ പരിചയമുണ്ട്. ഇദ്ദേഹത്തിനോട് പ്രോഗ്രാമിലൊക്കെ പോയിട്ടുള്ള ആളാണ്. പക്ഷെ ഇദ്ദേഹത്തോട് ഞാൻ കാര്യം പറഞ്ഞു, പോലീസുകാരോടൊന്ന് പറയാൻ പറഞ്ഞു. പക്ഷേ ഇവരൊന്നും വിട്ടില്ല. ഇദ്ദേഹം സംസാരിക്കാൻ പോലും കൂട്ടാക്കിയില്ല. പോലീസുകാരൻ ഈ ചെയർപേഴ്സണോട് പറഞ്ഞു ഇങ്ങനത്തെ ഇടപെടണ്ട എന്ന് പറഞ്ഞ് ചെയർപേഴ്സണ് പറഞ്ഞു വിട്ടു. ഞാൻ കുറച്ചു നേരം നോക്കി, ആരും സഹായിക്കാനില്ല. ആരും സഹായമില്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് കൂട്ടായിട്ടുള്ളത് നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ കർത്താവാണ് നമ്മളെ സഹായിക്കാൻ വരിക. ആരും സഹായിക്കാനില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ
എനിക്ക് തല്ലാനൊരുങ്ങിയ പോലീസുകാരുടെ മുഖത്ത് ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കി. പിന്നെ ഒന്നും മടിച്ചില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള ജവമാല കയ്യിലെടുത്തു. കൈ ഉയർത്തിപ്പിടിച്ച് ഞാനവിടെ മുട്ടുകുത്തി. CIയും SIയും അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പോലീസുകാർ, അതുപോലെ പരാതി കൊടുക്കാൻ വന്നിരുന്ന അനേക ആളുകളും അവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ മുമ്പിൽ ഒരു നാണവും മടിയും കൂടാതെ ഞാനവിടെ മുട്ടുകുത്തി കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി. സിദ്ധ അമ്മയെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പോലീസുകാരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ കുറേ നേരം സ്തുതിച്ചു പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും എന്നെ തല്ലാൻ വന്ന പോലീസുകാർ അവിടെ നിന്നും ഓടി മാറിപ്പോയി. ഞാനങ്ങനെ ഒരു 5-6 മിനിറ്റോളം ഞാൻ അവിടെ നിന്ന് കർത്താവിനെ സ്തുതിച്ച് ആ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് അവിടെ മുട്ടുകുത്തി ഞാൻ കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേനും ആരും സഹായത്തിന് ഇല്ല എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന എന്നെ പോലീസുകാർ, എനിക്ക് ഭ്രാന്താണ്, നീ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്, നിനക്ക് വീട്ടിൽ സ്ഥലമില്ലടാ എന്ന് പറഞ്ഞ് എന്നോട് പൊക്കോളാൻ പറഞ്ഞു. ഓർക്കണേ, നമ്മൾ ആരാധിക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യേ ഇറങ്ങി വരും. നമ്മൾ ആരാധിക്കുന്ന ദൈവം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരാൻ ശക്തിയുള്ളവനാണ്. പക്ഷെ നമ്മളൊന്ന് ഓർക്കണം, നമ്മൾ ഈ ലോകത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലോ അനാചാരങ്ങളിലൊക്കെ പെട്ടുപോകാതെ ഏക ദൈവം, ഏക രക്ഷകൻ ക്രിസ്തു മാത്രമാണെന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സകലത്തിനും ഉടയവനായ ദൈവത്തെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ ദൈവം ഇറങ്ങി വരുന്നത്. എൻ്റെ ഈ യാത്രയിലുടനീളം ഈശോയുടെ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും മടുത്ത് തിരിച്ചു പോകാൻ ഇരിക്കുമ്പോൾ, കൈവിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന അനുഭവം ഉണ്ടാകാറുണ്ട്. നമ്മൾ ഓരോരുത്തരെയും മറ്റുള്ളവർ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, തിരസ്കരിക്കപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർക്കണം, നിന്നെ ഈശോ സ്നേഹിക്കുന്നു എന്ന്. ഈശോയുടെ കൂടെ ഈശോയ്ക്ക് പ്രീതികരമായിട്ട് ജീവിച്ച് ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോൾ നിന്നെ കുറ്റപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ മക്കളെ, നിനക്ക് ഒരു വിശുദ്ധനോ ഒരു വിശുദ്ധിയോ ആകാൻ സാധ്യതയുണ്ട്. നിന്നെ ഒരു വിശുദ്ധിയോ ആക്കുവാൻ വേണ്ടിയിട്ട് ദൈവം പ്രയത്നിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഈ തിക്താനുഭവങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ വിശുദ്ധരുടെ ജീവിത ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം, അവർ വിശുദ്ധരായി തീർന്നത് അവരുടെ സഹനങ്ങളിലൂടെയാണ്. അവർ മറ്റുള്ളവരുടെ ഒറ്റപ്പെടുത്തലുകളുടെ മുമ്പിൽ, മറ്റുള്ളവരിൽ നിന്നും അനുഭവിച്ച തിക്താനുഭവങ്ങളിലൂടെയൊക്കെ പതറാതെ, തോൽക്കാതെ, അടിയുറച്ച് ദൈവത്തിൽ വിശ്വസിച്ച് നിന്നുകൊണ്ടാണ് അവർ വിശുദ്ധരായി തീർന്നത്. അങ്ങനെ പിടിച്ച് നിൽക്കുവാൻ ഉള്ള കൃപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിൽ മാത്രമേ വിശുദ്ധരും ആകുവാൻ കഴിയുള്ളൂ. എനിക്കും പല അനുഭവങ്ങളും തിക്താനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ യാത്രയിൽ തന്നെ 1-2 സിസ്റ്റർമാർ കടന്നു നിന്നപ്പോൾ ഞാനിവിടെ പ്രാർത്ഥിക്കാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവർ പുച്ഛഭാവത്തിൽ കാണിച്ചു. എന്നാൽ ചില സമയത്ത് ചില സ്ഥലത്ത് നിന്നപ്പോൾ പിതാവ് പോലും വിളിച്ച് ഭക്ഷണത്തിരുത്തുകയും ചില വൈദികർ പിടിച്ച് ഭക്ഷണത്തിരുത്തുകയും ഒരുപാട് നേരം സംസാരിക്കുകയും ഒക്കെ ചെയ്തു. കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് സംസാരിച്ചു. സമയമില്ലാതിരുന്നിട്ട് പോലും പല വൈദികരും എൻ്റെ മുമ്പിൽ വന്ന് സംസാരിച്ചു. എന്നാൽ ചില സ്ഥലത്ത് 1-2 സ്ഥലത്ത് ചെന്നപ്പോൾ തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും മത്തായിയുടെ സുവിശേഷം 10:41 നമ്മൾ ധ്യാനിക്കണം, പ്രവാചകനായി കരുതുന്നവന് പ്രവാചകന്റെ പ്രതിഫലമുണ്ട്, നീതിമാനായി കരുതുന്നവന് നീതിമാന്റെ പ്രതിഫലമുണ്ട്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി അത് ആരാണെന്ന് നമുക്ക് ഒരിക്കലും അറിയത്തില്ല. നമ്മുടെ ഭവനത്തിലേക്ക് ഒരാൾ കടന്നു വരുമ്പോഴേക്കും നമ്മൾ TV കണ്ടുകൊണ്ടിരുന്നാൽ ആ കടന്നു വരുന്ന വ്യക്തിക്ക് എത്രയോ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമ്മളൊരാളോട് സംസാരിക്കാൻ ചെന്നാൽ അയാൾ നമ്മളോട് തിരിച്ച് സംസാരിച്ചില്ലെങ്കിൽ എത്രയോ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ആ വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ, ഒരു വിശുദ്ധ കുർബാനയായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ, നമ്മൾ അലസമായിട്ട് ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, വിശുദ്ധ കുർബാന അലസമായിട്ട് പങ്കെടുക്കുമ്പോൾ എത്രയോ വേദനിക്കുന്ന ഒരപ്പൻ നമുക്ക് കാണിക്കാൻ സാധിക്കും. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ വേദനിക്കുന്ന ഒരപ്പൻ സ്വന്തം ശരീരം കീറി മുറിച്ച് ചാട്ടവാറടിയേറ്റുകൊണ്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ നിസ്സാര ലാഘവത്തോടുകൂടി ആ വിശുദ്ധ കുർബാന പങ്കിടുമ്പോൾ നമ്മൾ തിടുക്കം കൂട്ടുന്നത്, ചിലപ്പോൾ ആ വിശുദ്ധ കുർബാന എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ ആ വിശുദ്ധ കുർബാനയിൽ പോകാതിരിക്കുന്നുണ്ട്. ചില ആളുകൾ എപ്പോഴെങ്കിലും തോന്നുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് വരും. നാമമാത്ര ക്രിസ്ത്യാനി എന്ന രീതിയിൽ മറ്റുള്ളവർ കാണുവാൻ വേണ്ടി മാത്രം ദേവാലയത്തിലേക്ക് കടന്നു വരും. ഓർക്കുന്നുണ്ടോ? നമുക്ക് വേണ്ടി എത്രമാത്രം സഹിച്ചവരാണ് ഈശോ എന്ന്. നമ്മുടെയൊക്കെ വീട്ടിലേക്ക് ആരെങ്കിലും കടന്നു വരുമ്പോൾ ആ മനുഷ്യനെ എതിരേൽക്കുന്നില്ലെങ്കിൽ ആ മനുഷ്യൻ എത്രയോ മുറിവേറ്റിട്ടാണ് അവിടുന്ന് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈശോ നമ്മളിൽ നിന്നും എത്രമാത്രം മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവ് ഉണക്കുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മളെക്കൊണ്ട് സാധിക്കണം. പറയപ്പെട്ടവരെ,
ആ മുറിവുണക്കാൻ, ഈശോ സഹിച്ച ആ മുറിവ് നമ്മുടെ വൈദികരിലൂടെ, നമ്മുടെ സിസ്റ്റേഴ്സിലൂടെ, എന്നിലൂടെ, നിന്നിലൂടെയൊക്കെ ഒരുപാട് മുറിക്കപ്പെടുന്നത്, ആ മുറിവ് ഉണക്കുവാൻ നമുക്ക് സാധിക്കണം. അത് നമ്മൾ ആരാധിക്കണം. ആരാധിക്കുന്ന ഒരു വ്യക്തിയെ തകർക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. കാരണം ദൈവം ആരാധന അർഹിക്കുന്നവനാണ്, ആരാധനയ്ക്ക് യോഗ്യനായവനാണ്. ആ ദൈവത്തെ നമ്മളൊന്ന് ആരാധിക്കുവാൻ, നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു നെരിപ്പോടായിട്ട് അവൻ്റെ വേദന ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഒരു വിശുദ്ധനും വിശുദ്ധയുമായിട്ട് മാറും. നമുക്കൊരു വിശുദ്ധലാകണ്ടേ, നമുക്കൊരു വിശുദ്ധയാകണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്. നമ്മൾ എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളെക്കാൾ അധികമായി നമ്മൾ ജീവിക്കുന്ന കാര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറയാൻ തക്കവണ്ണമുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഞാൻ വലിയവനാണ്, നീ ചെറിയവനാണ് എന്നുള്ള ഭാവം നമുക്ക് മാറ്റാം. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആള് വലിയവനാണ്, ഞാൻ ചെറിയവനാണ് എന്നുള്ള ഭാവം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാം. നമ്മൾ പലർക്കും രോഗശാന്തി കൊടുക്കുന്നവരെയാണ് കൂടുതൽ ഇഷ്ടം. തലയിൽ കൈവച്ചാൽ ഉടനെ രോഗശാന്തി, ഉടനെ മുടന്തർ സുഖപ്പെടുക, ഉടനെ മെസ്സേജുകൾ കുറേ പറയുക, ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന, ആരാധിക്കുന്ന, ജീവനം പരിവർത്തനപ്പെടുത്തി നടക്കുന്ന ഒരു വ്യക്തിയെ പലർക്കും താല്പര്യമില്ല. നമുക്ക് പ്രയത്നിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ, ആ വ്യക്തി എങ്ങനെയുള്ളവനാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ ശ്രമിക്കാം. ചില ആളുകളുടെയൊക്കെ സംസാരത്തിലൂടെ അവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ പലരും നമ്മൾ മനസ്സിലാക്കാത്ത ആളുകളുണ്ട്. വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന, അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും തല കൊടുക്കാതെ ആരാധനയുമായിട്ട് നടക്കുന്ന, ഏതു സമയത്തും ഈശോയെ ആരാധിക്കുന്ന വ്യക്തികൾ നമുക്കിടയിലുണ്ട്. അവരെ തിരിച്ചറിയാം. ഇങ്ങനെ ഒറ്റപ്പെടുത്തലുകൾ, പരിഹാസങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആയിത്തീരാൻ സാധ്യതയുണ്ട്. മുറുകെ പിടിച്ചോ മക്കളെ, ഈശോയെ മുറുകെ പിടിച്ചോ. ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെ തന്നെ ഞാൻ അത്രയ്ക്ക് ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ ഒറ്റപ്പെടുത്തിയപ്പോഴും, മാറ്റി നിർത്തിയപ്പോഴും, തിരസ്കരിക്കപ്പെട്ടപ്പോഴുമെല്ലാം ഈ ശുശ്രൂഷ മുടക്കാതെ, ഈ ശുശ്രൂഷ ഇനി വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു പോകാതെ ഞാൻ ഇതിൽ നടക്കുന്നത്. ഈ കൃപ നമുക്കുണ്ട്. ആ കൃപ നമുക്ക് നേടിയെടുക്കണം. അത് പ്രാർത്ഥനയും ഉപവാസവും വഴിയായിട്ടാണ് അത് നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, ആരെങ്കിലും മാറ്റി നിർത്തിക്കൊള്ളട്ടെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, ഈശോ ഒരിക്കലും നമ്മളെ മാറ്റി നിർത്തില്ല. ഈശോയെ ഒന്ന് കെട്ടിപ്പിടിച്ചോ, ഈശോയെ ഒന്ന് മാറോട് ചേർത്ത് പിടിച്ചോ. ഈശോ കൂടെയുണ്ട്. ആരാധിക്കുന്ന ഒരു ജനസമൂഹം ഉയർന്നു വരട്ടെ, ഈശോയെ അനുസരിക്കുന്ന ഒരു ജനസമൂഹം ഉയർന്നു വരട്ടെ. ഈശോയോട് ചേർന്നിരിക്കുന്ന വൈദികർ, സിസ്റ്റേഴ്സ് ഉണ്ടാവട്ടെ. ഈശോയെ എൻ്റെ ഉള്ളിൽ വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ ഒരു വിശുദ്ധനാക്കണമേ, എന്നെ ഒരു വിശുദ്ധിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഈശോയെ എന്ത് ത്യാഗമാണ് ഞാൻ സഹിക്കേണ്ടത്? എന്താ ഈശോയെ നിനക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത്? എനിക്കൊന്നും അറിയില്ല ഈശോയെ, നിനക്ക് വേണ്ടി എന്താ ഞാൻ ചെയ്യേണ്ടത്? നീ എന്നിൽ കൂടി പ്രവർത്തിച്ചാലും. ഈ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.